Hello, good afternoon. Good afternoon, ma'am. 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 Good afternoon. Good afternoon, ma'am. Okay, good afternoon. Once again, all. സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? Yes, ma'am. Okay. Yes, ma'am. Okay, fine. Very good. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നോ? പോകുന്നുണ്ട് നന്നായി. ഓക്കെ ഓക്കെ. അതും കേൾക്കണം. സുഖമായിട്ടിരിക്കുന്നതും കേൾക്കണം, ക്ലാസ്സുകളൊക്കെ നന്നായി പോകുന്നതും കേൾക്കണം. അതായത് നമുക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെയാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ നിങ്ങളെ ഞങ്ങൾ നന്നായി എന്താ പറയാ നോക്കണ്ടേ, കെയർ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട്. നമുക്ക് ക്ലാസ് കിടക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? ക്ലാസ് കഴിഞ്ഞ് തുടങ്ങാം. സോ ബിഫോർ ദാറ്റ് ഓൾ മ്യൂട്ട് കൊടുക്കണ്ട്. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മള് എവിടേക്കാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത്? ആലിയ പറയാമോ? ആലിയ തന്നെയല്ലേ പേര്? പറയാമോ എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതിന് ഓർമ്മയുണ്ടോ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ വരാറുള്ളൂ. അതുകൊണ്ട് എന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ആ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. ആൾ എവിടെ ഇല്ലാന്ന് തോന്നുന്നു. ജംഷീനോ? ജംഷീന മിസ്സേ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലാസ്റ്റ് എടുത്തത്. അതിൽ തെറാപ്യൂട്ടിക് വരെ എടുത്തോളാം. ജനറൽ CSSD വരെ എടുത്തു. ഓക്കെ ഓക്കെ, കിട്ടി. നിങ്ങളുടെയും നിങ്ങൾ പറയുന്നതും ഞാൻ അസ്യൂം ചെയ്തതും ഒക്കെ ഒന്ന് തന്നെയാണോന്ന് അറിയണ്ടേ? അത് കാരണം ചോദിച്ചാൽ മാറിപ്പോകരുതല്ലോ. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഞാൻ അവിടെ വരെയാണ് എടുത്തത്. അതായത് നമ്മുടെ ഫസ്റ്റ് പേജില് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മെസ്സേജ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം. അതർവൈസ് നമ്മൾ മ്യൂട്ട് ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 4 എന്ന് നമ്മൾ പറഞ്ഞു. 4ആയിട്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ തരംതിരിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ തെറാപ്യൂട്ടിക് ചികിത്സയുമായിട്ട് വരുന്ന പേഷ്യൻസിന് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഓക്കെ, then second classification in supportive department, നമ്മുടെ സപ്പോർട്ടീവിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ജനറൽ. ഈ ജനറൽ വിഭാഗത്തിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ ജനറലിൽ വരിക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. CSSD ആണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതാണ് അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് ദ സ്റ്റെറിലൈസേഷൻ ഓഫ് ഓൾ ദ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ദ പ്രൊസീജിയറൽ എക്യുപ്മെന്റ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സർജറികളൊക്കെ നടത്തുമ്പോഴും അതുപോലെ മറ്റ് പ്രൊസീജിയേഴ്സ് നടത്തുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ CSSD വിഭാഗത്തിനുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്ട്ലി ബന്ധമില്ല എങ്കിലും
ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസ് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഉപകരണങ്ങൾ, പല മെഡിസിൻസ്, അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ സർജറീസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ഓരോ സമയവും സർജറീസ് നടത്തി കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. അതർവൈസ് ഓരോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രോഗവുമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ രോഗത്തിന്റെ രോഗാണുക്കള് അല്ലെ, അത് മറ്റൊരാളിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാൻ, ഇൻഫെക്റ്റഡ് ആകാനായിട്ട് സാധ്യതയുണ്ട്, പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനൊക്കെ റെസ്പോൺസിബിൾ ആണ്. ഏത് CSSD ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് വൺ ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് keeping the hospital premises, hospital inside the hospital ഒക്കെ എന്തൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് ടു എൻഷുർ, ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ എൻഷുർ ചെയ്യണം ഹോസ്പിറ്റലിന്റെ പരിസരവും അതുപോലെ തന്നെ ഇൻസൈഡ് ഈ റൂംസും അതുപോലെ തന്നെ വരാന്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നടന്നു പോകുന്ന, അതായത് നമ്മുടെ പേഷ്യൻസ് വന്നു പോകുന്ന, അവർ കയറി ഇറങ്ങുന്ന ഇടങ്ങളെല്ലാം തന്നെ നീറ്റ് ക്ലീൻ ആയിട്ട് എപ്പോഴും വെക്കുക എന്നുള്ളതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ചാൽ ഇവര് പോയിട്ട് നോക്കും, ഇതൊക്കെ എടുത്തറിയും, വാക്യൂം ക്ലീനർ എടുത്ത് ഇവര് ക്ലീൻ ചെയ്യണമെന്നല്ല, ഇവരത് ഉറപ്പുവരുത്തണം. ഇറ്റ് ഈസ് ക്ലീൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നീറ്റ്. ആ പരിസരമൊക്കെ നന്നായിട്ട്, സറൗണ്ടിങ്സ് ഒക്കെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നു. പേഷ്യൻസ് ഉപയോഗിക്കുന്ന അവരുടെ ബെഡ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യിക്കാൻ, അതായത് ഒരു പേഷ്യന്റ് ഉപയോഗിച്ചു കിടന്നു, അത്രയും ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത ആ മുറി ആഫ്റ്റർ ക്ലീനിങ് അതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെയുള്ള ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോകാൻ, ഇതൊക്കെ അതിനു വേണ്ടിയുള്ള ആളുകളെ പെട്ടെന്ന് ഇതാക്കണം, അവിടെയൊക്കെ ക്ലീൻ ആക്കണം, നീറ്റ് ആക്കണം എന്നുള്ളതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അവര് നോക്കണം, ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ എവിടെയെങ്കിലും ഈ തരത്തില് ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, പക്ഷെ റൂം ക്ലീൻ ചെയ്തിട്ടില്ല, വാഷ്റൂം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ബെഡ്ഷീറ്റ് ഒക്കെ അങ്ങനെ കിടക്കുന്നു, പില്ലോസ് തോന്നിയ പോലെ കിടക്കുന്നു, അതങ്ങനെ ഭയങ്കര നമ്മൾ കെയർലെസ് ആയിട്ട് ഇട്ടിരിക്കുന്നു, പോയിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇഫ് എനി വൺ ഹു പാസസ് ത്രൂ, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇതാണല്ലോ, അപ്പൊ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യും. നമ്മളതിന്റെ ഓവറോൾ മാനേജ്മെന്റ് ഓർക്കുക, നമ്മൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സാണ്. അപ്പൊ നമ്മളിത് ഓവറോൾ മാനേജ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ അതേ കൂടിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതേ മുറിയിൽ അത് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ക്ലീൻഡ്, അത് നമ്മൾ നോക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ബന്ധപ്പെടേണ്ടത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടു കീപ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ, പ്രമിസസ് ഒക്കെ ക്ലീൻ ആയിട്ട് അല്ലെ. നമ്മൾ പല മോൾസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ട് എപ്പോഴും ക്ലീൻ ചെയ്ത്, കാരണം വെറ്റ് ഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നിലത്തൊക്കെ വെള്ളം വീണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതേ വരുന്ന ആളുകൾ ആരാ? പേഷ്യൻസ് ആണ്. ഇനി അവര് ഒരു രോഗവുമായിട്ട് വന്ന് മറ്റനേകം രോഗങ്ങളുമായിട്ട് വന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അവരുടെ ഉരുണ്ട് പറഞ്ഞെങ്കിൽ വീണ് കഴിഞ്ഞാൽ വല്ല കയ്യോ കാലോ പൊടിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ പരിസരമൊക്കെ എന്താക്കണം? നീറ്റായിട്ട് ക്ലീൻ ആക്കി വെക്കണം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. മനസ്സിലായോ? എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതലായിട്ട് വിശദമായിട്ടൊക്കെ നമുക്ക് വേറെ പഠിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ കിച്ചൺ ആണ്. കിച്ചൺ ഓർ ക്യാൻറ്റീൻ. ഇനി ഇവിടെ കിച്ചൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അടുക്കളയിൽ പണി ചെയ്യുന്നവരാണോ, ഭക്ഷണം ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള ചെയ്യുന്നവരാണോ? അല്ല. കിച്ചൺ എന്ന് പറയുന്നത് ഓർ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മറ്റൊരു നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിക്കോസ് ഇവിടെ എന്താ പറയാ, ഹോസ്പിറ്റൽസിൽ വന്നു പോകുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്ക്, സ്റ്റാഫ്സിന്, പിന്നെ മാത്രമല്ല വിസിറ്റേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ കാണാനായിട്ട് വരുമല്ലോ, റിലേറ്റീവ്സ് ഒക്കെ, ഇവർക്കൊക്കെ എന്താണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കിച്ചൺ, ക്യാൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ജോലി. ആൻഡ് ദ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്, അതായത് കിച്ചണിനെ നോക്കി കാണേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് വെദർ ദ food prepared in the kitchen or canteen is in hygienic way. വളരെ ഹൈജീനിക് ആയിട്ടാണ് അവിടുത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ? ഫുഡ് കൊണ്ടുതന്നോളും, അവരുണ്ടാക്കി കൊടുക്കുന്നത്, പക്ഷെ അത് ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇവര്, ഈ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്. കാരണം അവിടെ നിന്ന് ഫുഡ് സപ്ലൈ ചെയ്തിട്ട് ഇനി അത് കഴിച്ചിട്ട് വീണ്ടും
രോഗിക്ക് വേറെ രോഗം കൊണ്ടുവരാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ മാത്രമല്ല ചില പേഷ്യൻസ് ഹാവ് സം ഡയറ്റ് പ്ലാൻസ്, ഇവർക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ഇന്ന ഫുഡ് ഒഴിവാക്കണം, ഇന്ന ഫുഡ്. അപ്പൊ അങ്ങനെയുള്ളതും വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് പറഞ്ഞ് ഇന്ന ഫുഡാണ് വേണ്ടേ, എന്താ പറയാ ഈ ചില ചെറിയ അരിയുടെ കഞ്ഞിയൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ ചിലർക്ക്, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഫുഡുകൾ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കത് അവിടെ വാങ്ങിക്കാം. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇടം അതിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും വാരി കഴിച്ചിട്ട് പോയാൽ പോരാ, അത് ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരു ഫുഡ് കഴിക്കണം വേണ്ടി തീരുമാനിക്കുക അല്ലെ. ചില ഹോട്ടൽസിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും ഹൈജീനിക് അല്ല, ഒട്ടും ക്ലീൻ അല്ല. അവിടെ കാണുമ്പോൾ പരിസരം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാതെ ഇറങ്ങി പോകണമെന്ന് തോന്നും. അപ്പൊ അതൊന്നും പാടില്ല. ഇവിടെ പേഷ്യൻസ് ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ഹൈജീനിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഒത്തിരി പഴകിയ വസ്തുക്കളൊന്നും കൊണ്ടുവന്നിട്ട് പുതിയ രൂപത്തിൽ കൊണ്ടുവരാൻ പാടില്ല. പഴയതിനെ പുതിയതാക്കി കൊണ്ടുവരുന്ന സ്റ്റൈലൊക്കെ ഉണ്ടാവും പല ഹോട്ടൽസിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ക്യാൻറ്റീനിൽ ഇതൊന്നും പാടില്ല, ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസിൽ അല്ലെങ്കിൽ കിച്ചൺസിൽ. ബിക്കോസ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഡിസീസ്ഡ് പേഴ്സൺസിനാണ് അല്ലെ, അതായത് രോഗം വന്നിരിക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ രോഗം ഒന്നുകൂടി എന്താ പറയാ ബാഡ് കണ്ടീഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വെൻ ദേ ആർ ഹാവിംഗ് സച്ച് ഫുഡ്, ഇങ്ങനെയുള്ള മോശം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻസ് മോശമാകാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ദ കിച്ചൺ department has to be responsible for providing hygienic food to the patients, staff or any person. അതായത് വരുന്ന രോഗികൾക്കോ സ്റ്റാഫിനോ ആർക്കാണോ വേണ്ടത് അവർക്കൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡ് ഹൈജീനിക് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് വൺ, അടുത്തത് ലോണ്ടറി ആണ്. ലോണ്ടറി എന്താ? തുണിയൊക്കെ കഴുകുന്നത് എന്ന് നമുക്കറിയാം അല്ലെ, വാഷിംഗ് ചെയ്യുന്ന സ്ഥലമാണ്. ഹിയർ ഇൻ ദിസ് ഹോസ്പിറ്റൽസ് നമുക്കറിയാം, ഹോസ്പിറ്റൽസിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിനൻസ് യൂസ്ഡ്. അതായത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, നഴ്സുമാർ ഉപയോഗിക്കുന്നുണ്ട്, പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഇടാൻ കൊടുക്കുന്നുണ്ട്. ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ ഡെലിവറി ടൈമിൽ നമ്മൾ ടഗർ ഉടുപ്പിട്ടിട്ട് ആദ്യം പറയുന്നല്ല പറയാ, അവർക്ക് നമുക്ക് ഒരു ഉടുപ്പ് തരും അല്ലെ, അത് വെയർ ചെയ്തിട്ട് നമ്മളെ ലേബർ റൂമിലേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സ് നടത്താനുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക. അതുപോലെ സർജറീസ് നടത്തുമ്പോൾ പേഷ്യൻസിനെ സർജറി റൂമിലേക്ക് കയറ്റുമ്പോഴും ദേ വിൽ പ്രൊവൈഡ് സം ക്ലോത്ത്സ്, അവർ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ഉണ്ടാക്കുന്നത് ലിനൻസ് വെച്ചിട്ട്. അതുകൊണ്ടാണ് ലിനൻ എന്ന് വാക്ക് ഉപയോഗിച്ചത്. ഇതിനെ കുറിച്ച് നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ പഠിക്കും. ആൻഡ് ഹിയർ ഇൻ ദിസ് ഹോസ്പിറ്റൽസ് laundry department also have to ensure that the clothes, linen clothes which are used by doctors, nurse, patients, whatever it may be, അതെല്ലാം എന്താണ് washed ചെയ്തിരിക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിരിക്കണം. അത് മാത്രമല്ല ചിലപ്പോ അവിടത്തൊക്കെ കീറിയിടൊക്കെ ഉണ്ടെങ്കിലേ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് റിപ്പയർ ചെയ്യണം, അയേൺ ചെയ്യണം, അതൊക്കെ സോർട്ട് ചെയ്ത് തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുക. അതാണ് ഇവരുടെ ഡ്യൂട്ടി. ആൻഡ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. എവിടെന്നൊക്കെയാണോ പല ഡിപ്പാർട്ട്മെന്റ് സർജറി നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറെ ക്ലോത്ത്സ് ഇട്ടായിരിക്കും, അവിടത്തെ എന്ന് വെച്ചാൽ കൊണ്ടുവന്നു കഴിഞ്ഞാലില്ലേ അത് വേറെ വെക്കണം. എല്ലാം കൊണ്ടൊന്ന് കൂട്ടിയിട്ടിട്ട് ഒരു വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയല്ല ചെയ്യാം, ഇത് സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് കൊണ്ടുവരുമ്പോഴും സോർട്ട് ചെയ്യണം, തിരിച്ചു കൊടുക്കുമ്പോഴും സോർട്ട് ചെയ്യേണ്ടി വരും. അതെന്താ കൊണ്ടുവരുമ്പോൾ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് അറിയാമോ? അതായത് ഈ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വീണ് നമ്മൾ രോഗികളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് ഈ ഡ്രസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കോട്ടിൽ അവർ ഉപയോഗിച്ചപ്പോൾ ഡോക്ടേഴ്സിന്റെ കോട്ടിലേക്ക് തെറിച്ചു, അല്ലെങ്കിൽ നഴ്സുമാരാണെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനത്തിൽ തെറിച്ചു. നമുക്കറിയാം പല പല രോഗങ്ങളുമായിട്ട് അവിടെ പേഷ്യൻസ് വരുന്നത്. അപ്പൊ ചിലപ്പോ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ കോട്ടിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കാരണം ഈ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ സ്റ്റെയിൻസ് ചിലതിന്റെയൊക്കെ കറ പോലെ അവിടെ ഇരിക്കും, അത് പാടില്ല. ബ്ലഡ് ഒക്കെ ആണെങ്കിൽ കറയായിട്ട് വരാൻ സാധ്യത. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്ത് അണുവിമുക്തമാക്കി എന്നിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അണുവിമുക്തമാക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം, വാഷിംഗ് മെഷീനിൽ ഇടാം. അപ്പൊ അതിനു മുമ്പ് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഏതൊക്കെ രീതിയിലുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് അതൊക്കെ നോക്കി തരം തിരിച്ച് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യേണ്ടതൊക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചിലപ്പോൾ അയൺ ചെയ്യേണ്ടി വരും, മാത്രമല്ല ചിലപ്പോൾ കീറിയതൊക്കെ ഉണ്ടെങ്കിൽ തുന്നേണ്ടി വരും, ബട്ടൺ വിട്ടതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യുക, ഇത് അയൺ ചെയ്യുക, തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യാന്ന്? ടു വാഷ്, ക്ലീൻ, എന്താ പറയാ അയൺ, മെന്റ്, and also to sort and distribute the linens which is cleaned by the laundry department. അതായത് സോർട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ?
യെസ്, നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി എന്തിനാ? സെക്യൂർ ചെയ്യാനുള്ളത് അല്ലെ, സുരക്ഷ അല്ലെ, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസിൽ സാധാരണ നമ്മൾ കാണാറുണ്ട് ഫ്രണ്ട് ഡോറിൽ മീൻസ് അറ്റ് ദ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ സം ഹോസ്പിറ്റൽസ്, മിക്കവാറും ഇന്നൊക്കെ ഒത്തിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണല്ലോ, ഒത്തിരി മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇന്ന് ഹോസ്പിറ്റൽസിന് വേണ്ടി പണിത് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ഫ്ലോർ മസ്റ്റ് ഹാവ് സം സെക്യൂരിറ്റീസ്. തീർച്ചയായിട്ടും ഓരോ ഫ്ലോറിലും ചില സെക്യൂരിറ്റീസ് ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സ്മൂത്ത് ഓപ്പറേഷൻസ്, സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ വണ്ടിയൊക്കെ അങ്ങോട്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ആയിട്ട് വരുന്നവര് അവരവരുടെ വണ്ടികൾ എവിടേക്ക് മാറ്റി വെക്കണം, പാർക്ക് ചെയ്യണം. 2 വീലേഴ്സ് ഇന്ന സ്ഥലത്ത്, അതുപോലെ 4 വീലേഴ്സ് വേറെ സ്ഥലത്ത്. ആൻഡ് ദ വേ ടു പാസ് ബൈ ദ പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റ് വിസിറ്റേഴ്സ് ഒക്കെ ഓൺ ഫുട്ടിൽ വരുന്നവര്, നടന്നു വരുന്നവര്, അവർ ഇന്ന വേയിൽ പാസ് ചെയ്യുക, കൂട്ടം കൂടി നിൽക്കരുത് അവിടെ ഇവിടെ ഒക്കെ. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കൂട്ടം കൂടാൻ വേണ്ടാത്ത സ്ഥലമാണ് അല്ലെ, കൂട്ടം കൂടല് വേണ്ടാത്ത സ്ഥലമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഡിസീസസ് അവിടെ എന്താ പറയാ പല രീതിയിലും രോഗാണുക്കളുടെ രൂപത്തിൽ അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കണ്ടാവും. ബിക്കോസ് ഓൾ ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ആർ കമ്മിങ് വിത്ത് എനി ടൈപ്പ് ഓഫ് ഡിസീസസ്. പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടാണ് ഹോസ്പിറ്റൽസിൽ ആളുകൾ വരുന്നത്, പേഷ്യൻസ് പ്രത്യേകിച്ചും. അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ കൂട്ടം കൂടിയെന്ന് അവർക്ക് ശല്യം ഉണ്ടാക്കണ്ട, നമുക്കും വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസീസസ് പകർത്തിയിട്ട് പോകണ്ട. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്താ ഹോസ്പിറ്റൽസിലെ ഗേറ്റിൽ, main gate, there will be a security. So they have to make the hospital compound secure, safe, സ്മൂത്ത് വാക്കിംഗ്, അതിനൊക്കെ വഴിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റിയുടെ ജോലി. ഇനി മാത്രമല്ല ഓരോ ഫ്ലോർസിലും സെക്യൂരിറ്റി ഉണ്ടായിക്കോട്ടെ. അപ്പൊ എന്താ പ്രശ്നം? ഈ ഓരോ ഫ്ലോറിലും അതെ ഇതേപോലെ നമ്മളിപ്പോ വളരെ ഇങ്ങനെയൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. ചില സ്ഥലത്ത് നമുക്ക് ചെന്നാൽ കാണാം, ചില ഹോസ്പിറ്റൽസിൽ അങ്ങനെ ഫ്ലോർ സെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ അവര് എന്താ പറയാ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നായിരിക്കും 100,000 ആൾക്കാർ വന്ന് വട്ടം വളർന്ന് നിൽക്കുക, ഒരു കാറ്റ് വെളിച്ചം കയറില്ല, വേറെ ആളുകളെ കൊണ്ടുപോകാനായിട്ട് നടത്തിക്കൊണ്ടു പോകാനോ എന്തെങ്കിലും വയസ്സായ ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്ഥലമില്ല, വാക്ക് ചെയ്യാൻ തരത്തിൽ സ്ഥലമില്ല, അത്തരം ഡിസ്റ്റർബൻസുകളൊക്കെ വരൂലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലോറിലും ഓരോ ഫ്ലോറിലൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊക്കെ സ്മൂത്ത് ആക്കുക. അവര് കയറി രോഗിനെ ഒന്നും പരിശോധിക്കൊന്നും വേണ്ട, പക്ഷെ ആ രോഗിയെ പരിശോധിക്കാനോ അല്ലെങ്കിൽ വന്നു പോകുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് സെക്യൂരിറ്റിയെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഗേറ്റിലല്ലേ പുള്ളിക്ക് ഇവിടെ എന്താ പണിയുന്നത്? പുള്ളിയുടെ പണി വലിയ പണി തന്നെയാ അല്ലെ. കാറ് നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് എളുപ്പം എടുത്തിട്ട് പോകുക എന്നുള്ളത് നമ്മളുടെ ഉദ്ദേശം. പക്ഷെ അവരുടെ ഉദ്ദേശമല്ല, ഇനി വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തരുത്, അവരുടെ വണ്ടികളും വെക്കാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത് കൊണ്ടുവരുമ്പോഴേക്കും മറ്റേതിനെ എവിടെ കൊണ്ടേ കളയും, ആ രീതിയിലൊന്നും നമ്മൾ ഡിസ്റ്റർബ് ആക്കാതെ നോക്കേണ്ടതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇവര് കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആളുകളുണ്ടെന്ന് എവിടെയെങ്കിലും വെക്കും, വേണമെങ്കിൽ മെയിൻ ഗേറ്റിന്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് വണ്ടി ഇടും. അതിന് മടിക്കാത്ത ആളുകളാണ്. കാരണം എന്റെ വണ്ടി എവിടെയെങ്കിലും സേഫായി കിടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുള്ളൂ അല്ലെ. അപ്പൊ പിന്നെ അത് പക്ഷെ ശരിയാവോ? ഇല്ല. സോ സെക്യൂരിറ്റി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ആളാണ്. ടു മേക്ക് ദ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് ഓർ ഹോസ്പിറ്റൽ സറൗണ്ടിങ് സെക്യൂർ. ഹോസ്പിറ്റലിന്റെ മൊത്തം ആ കോമ്പൗണ്ടിന്റെ പ്രെമിസസിനൊക്കെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയല്ലോ? എനി ഡൗട്ട്? Okay, next one എന്താണ്? മെയിൻ്റെനൻസ് ആണ്. There are many equipments, machineries which is used in a hospital അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ എന്താ പറയാ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നില്ലേ, ഒരുപാട് മെഷീനറീസ് ഉപയോഗിക്കുന്നില്ലേ. നമ്മൾക്കറിയാം ECG എടുക്കുന്ന മെഷീൻ ഉണ്ട്, ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒരുപാടുണ്ട്, AC ഉണ്ട്, എന്താ പറയാ മോട്ടർ ഉണ്ട്, എന്താ പറയാ മറ്റേ ഇൻവെർട്ടർ ഉണ്ടാകും, ഒത്തിരി മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. മാത്രമല്ല നമ്മുടെ വെള്ളം വരുന്ന പൈപ്പ് ഉണ്ട്, വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന ഫ്ലഷ് ഉണ്ട്, ഒത്തിരി അങ്ങനത്തെ ഉപകരണങ്ങളുണ്ട്. ആൻഡ് ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റ്സ്, മെഷീനറീസ്, വാട്ട് എവർ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇറ്റ് ഈസ്, ഇതെല്ലാം ഷുഡ് ബി മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി. ഇതൊക്കെ ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ എപ്പോഴും ഓടണം എന്നുള്ളത് നിർബന്ധമാണ്. ഇഫ് എനി വൺ ബ്രേക്സ് ഡൗൺ, ഇതിൽ ഏതെങ്കിലും ഒരു മെഷീനറി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ്
ഡിസ്റ്റർബ്സ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. അത് മൊത്തത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും ഹോസ്പിറ്റലിൽ. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ എന്താ പറയാ, നമുക്ക് ലൈറ്റോ മറ്റൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മുറികളിലും ഒക്കെ ലൈറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൈപ്പ് വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട മെഷീന് 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഷീൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അത് ഫംഗ്ഷൻ ചെയ്തില്ല എങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താകും, അവതാളത്തിലാകും അല്ലെ. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഒരു ഗ്ലാസ് ടീ എന്തെങ്കിലും അല്ലെ, ബ്ലാക്ക് ടീയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലെ. എഴുന്നേൽക്കുന്ന ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും വെള്ളമുണ്ട്. അപ്പൊ എല്ലാവരും ചായ കുടിക്കും, ഞങ്ങളൊന്നും ചായ കുടിക്കാറില്ല എന്നൊന്നും പറയണ്ട, ഏതെങ്കിലും ഒരു തരം. അപ്പൊ സോ ഫസ്റ്റ് വി ആർ ഓപ്പണിംഗ് ദ ടാപ്പ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ടാപ്പ് തുറക്കുക എന്നുള്ള ക്രിയയാണ് ചെയ്യുക. അതിനകത്തുനിന്ന് വെള്ളം വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓഫ് കിച്ചണില് വെള്ളം വന്നില്ല, ആദ്യം തന്നെ തുറക്കുമ്പോൾ തന്നെ വെള്ളം വന്നില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോയി. കാരണം പിന്നെ എല്ലാ ജോലിയും നമ്മുടെ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കും. കാരണം ഒന്നില്ലെങ്കിൽ ഒരു മുഖം കഴുകാൻ വേണ്ടിയെങ്കിലും നമ്മൾ ആദ്യം തുറക്കുന്നത് ടാപ്പിലാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് തുറന്നു കഴിഞ്ഞപ്പോ എന്താ, വെള്ളമില്ല, പ്രശ്നമായി തീർന്നു അല്ലെ. ഇപ്പൊ ആണെങ്കിൽ കൂടുതലും ആളുകളും കിണറിനെ ആശ്രയിക്കുന്നില്ല. കിണറുണ്ടെങ്കിൽ തന്നെ അതും പൈപ്പിൽ കൂടി കയറിയിട്ട് വേണം വരാൻ നമ്മുടെ മുന്നിലേക്ക് വരാൻ. അപ്പൊ അവിടെ ആ ഒരു ചെറിയ നമ്മുടെ ഒരു കുഞ്ഞു വീട് ഇല്ല ഇത്രയും ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ ആ ഒരു പൈപ്പിനെ കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലില് ഒത്തിരി മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഇഫ് എനിവൺ ബ്രേക്സ് ഡൗൺ, ഇതിൽ ഏതെങ്കിലും ഒരു മെഷീൻ പെട്ടെന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം ബ്രേക്ക് ഡൗൺ ആയെന്ന് വിചാരിക്കുക, അത് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻ്റനൻസ് വിഭാഗം അതിന് റെസ്പോൺസിബിൾ ആണ്. മനസ്സിലായോ? അതായത് ഈ മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ പണി എന്താണെന്നറിയോ? നേരം എല്ലാ പണിയും പറഞ്ഞിരിക്കണമെന്നാണ് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ പണിയാണ്. അവിടെ AC വർക്ക് ചെയ്യുന്നില്ല, അത് റിപ്പയർ ചെയ്യണം. വാട്ടർ പമ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഏതൊന്നും വെള്ളം വന്നില്ല, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ഇതെല്ലായിടത്തും പോയി ഈ പുള്ളി മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല, അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഈ എല്ലാ പണിയും കൂടി ഒരാൾ അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെന്താ ദെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഈ പറയുന്ന സാധനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയാൽ ആരെ കോണ്ടാക്ട് ചെയ്യണം. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്നില്ല, അവിടെ AC വർക്ക് ചെയ്യുന്നില്ല, ഫാൻ കറങ്ങുന്നില്ല എന്നാണെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന്റെ നമ്പർ ആസ് സൂൺ ആസ് പോസിബിൾ ആരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എത്താൻ പറ്റുന്ന ആള്, അല്ലെങ്കിൽ ഇന്ന് വിളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വരുന്ന ആളെ അല്ല, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ നോ ടൈം, അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ്, എത്ര മിനിറ്റുകൾക്കുള്ളിൽ അറൈവ് ചെയ്യാൻ പറ്റുന്ന ആളുടെ ഒരു കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽസ് അതൊന്ന് വേഗം അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ദേ ക്യാൻ കോണ്ടാക്ട് ദം, അല്ലെ, ഫോണിൽ വേഗം തന്നെ അവർ വിളിച്ച് പെട്ടെന്ന് വരാനായിട്ട് ആവശ്യപ്പെടാം. അതേപോലെ ഏത് മെഷീനറിയും, ഇപ്പൊ ഈ CT എടുക്കുന്ന മെഷീൻ അത് എവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്തത്, അതിന്റെ മറ്റേ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ, അത് വെച്ച് അവർക്ക് നോക്കാം ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇമീഡിയറ്റ്. അപ്പൊ അവരുടെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ അവരെ അതൊന്ന് കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് വന്ന് അതൊന്ന് ശരിയാക്കാൻ. കാരണം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഇതൊക്കെ എളുപ്പം വർക്ക് ചെയ്യേണ്ട സാധനമാണ് ഇടയ്ക്കിടയ്ക്ക്. കാരണം ഒത്തിരി പേഷ്യൻസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇത് ഡെയിലി മിക്കവാറും ഒരു 10-100 ഒക്കെ എടുക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇത് ഡിലേ വരും, പേഷ്യൻസ് അവിടെ വന്ന് ഇങ്ങനെ ലൈനായിട്ട് കുന്നുകൂടും അല്ലെ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇവരെ ഒരു കോൺടാക്ട് ചെയ്യുന്ന ഒരു നമ്പറൊക്കെ ഈ മെയിൻ്റനൻസ് വിഭാഗമാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെക്കേണ്ടത്. കാരണം ഹോസ്പിറ്റലിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരോടെ ചോദിക്കുള്ളൂ. ഇവരടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോ അവിടെ ഇന്ന പ്രശ്നമുണ്ട്, മെയിൻ്റനൻസ് വിഭാഗം വേഗം തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, ആളെ വരുത്തുന്നു, ഇവരത് ക്ലിയർ ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് റെസ്പോൺസിബിലിറ്റി, അല്ലാണ്ട് ഇവർ ഓടിപ്പോയിട്ട് അത് നന്നാക്കി കൊടുക്കണമെന്നല്ലാട്ടാ ഉദ്ദേശിച്ചത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം അതാണ്. നിങ്ങൾ നോക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരത് അറിഞ്ഞിരിക്കണമെന്നല്ല, അവരത് ചെയ്ത് തീർക്കാൻ, അല്ലെങ്കിൽ അത് അവർ എൻഷുർ ചെയ്യണം ഇതെല്ലാം കൃത്യമായി ഇന്നവർ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മെഷീനറീസ്, എക്യുപ്മെന്റ്സ് ഒക്കെ എന്താ പറയാ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകളുടെ കോണ്ടാക്റ്റുകളോ ഡീറ്റെയിൽസോ ഒക്കെ കരുതി വെച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഭാഗമാണ് മെയിൻ്റനൻസ്. കിട്ടിയോ? മെയിൻ്റനൻസ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് വൺ മോർച്ചറി ആണ്. 1-2 പേര് മാത്രമേ കൂടെ റിപ്ലൈ തന്നെയുള്ളൂ. ഇനി ഇപ്പുറത്ത് തന്നെ എന്താന്ന് നോക്കട്ടെ. ഉറങ്ങിപ്പോയാ എല്ലാവരും? ഇപ്പുറത്തുണ്ട്, സോറി, ഇപ്പുറത്ത് കുറെ കൈ വരുന്നുണ്ട്. അത് ഈ സാധനത്തിൽ 2-3 പേരുടെ തമ്പ് മാത്രമേ കാണുള്ളൂ. ഇപ്പുറത്ത് കേട്ടോ, ലെഫ്റ്റ് സൈഡിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ ആണ്. ഞാൻ ഇനിയിപ്പോ ഒരാള് 2 മാത്രം അവിടെ തമ്പ് വരണുള്ളൂ. ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളവരെങ്ങാനും ഉറങ്ങിപ്പോകാണോ എന്ന് വിചാരിച്ച്. സൗണ്ട് കേട്ട് ഉറങ്ങിപ്പോകുന്നവരും ഉണ്ടാവുകയെ. ഓക്കെ,
വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്തതായിട്ട് മോർച്ചറി ആണ് അടുത്തത്. മോർച്ചറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലെ, എല്ലാവരും കണ്ടിട്ടൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, മോർച്ചറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് വേർ ദ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ ഫോർ എ സ്പെസിഫൈഡ് ഡേയ്സ് അല്ലെ, കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്കൊക്കെ നമ്മുടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോർച്ചറി എന്ന് വിളിക്കുക അല്ലെ. ഇവിടെ മോർച്ചറിയിൽ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ വെക്കേണ്ടി വരും. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആകാം, ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ആകാം, ഫോറൻസിക് പർപ്പസ് ആകാം അല്ലെ. പോലീസുകാർക്ക് അവരുടെ എന്താ പറയാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ, ഫോറൻസിക് വിഭാഗത്തിന് അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ടോ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുക? അതായത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, ഒറ്റയ്ക്കൊക്കെ വണ്ടിക്കൊക്കെ പോരുന്നവരാണ്. പല കാര്യങ്ങളും നമുക്ക് എപ്പോഴാണ് നമുക്ക് മനുഷ്യന്മാർക്ക് ഓരോ അവസ്ഥകൾ വരാന്ന് പറയാൻ പറ്റില്ല. വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ ദൂരേക്കൊക്കെ പോകുന്നു, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പറ്റി അല്ലെ, അവിടെ തന്നെ വെച്ച് മരണം അടഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമേ അത് ഇന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇന്ന ടീച്ചറല്ലേ ഇത് കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാം. പക്ഷേ ഏതെങ്കിലും നാട്ടിൽ കിടക്കുന്ന ആളുകൾ എവിടെയെങ്കിലും വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അറിയില്ല. മനുഷ്യന് വണ്ടി ഓടിച്ചു പോകണമെന്ന് തന്നെയൊന്നും ഇല്ല കേട്ടാ, എവിടെയെങ്കിലും വെച്ച് എന്ന് പറഞ്ഞ് നമ്മള് മരിച്ചു വീഴാം. ഓക്കെ, അപ്പൊ അറിയില്ല നമുക്ക് എപ്പോഴൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് കൂടെയുള്ളവരോ നമ്മളുടെ കൂടെ ഒപ്പം യാത്ര ചെയ്യുന്ന വാഹനത്തിലെ ആളുകളോ അവരറിയുന്നില്ല നമ്മൾ ആരാണ് അല്ലെ, എവിടെ നിന്നുള്ളവരാണെന്ന്. ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, നമ്മളെ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് അപ്പൊ എന്താ ചെയ്യുക, പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം തന്നെ കോൾഡ് ആംബുലൻസ്, ആംബുലൻസ് കോൾ ചെയ്യും, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. പോലീസ് ആണെങ്കിലും വന്നിട്ട് ആംബുലൻസ് വിളിച്ച് അത് നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക് അവർ തന്നെ മനസ്സിലാവും. അവർക്ക് മനസ്സിലായതാണ് എന്ത് ഇയാൾ മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, വേഗം തന്നെ ഹോസ്പിറ്റൽസിലേക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ടോ ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വരണ്ടേ, ഈ ആൾ എവിടുത്തുകാരനാണ്, ആരാണ്, എന്താണ് പേര്, വിവരം ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും ഇവര്, എന്താ പറയാ, ഒരു ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഇവര് എവിടെയെങ്കിലും ഒക്കെ ഷെയർ ചെയ്യും. ഒരുപാട് ഷെയറിംഗ് മീഡിയാസ് ഒക്കെ ഉണ്ട്, വാട്സാപ്പിലോ അവിടെയൊക്കെ ഷെയർ ചെയ്യും. ഇങ്ങനെ ഏകദേശം ഇത്ര പ്രായം തോന്നുന്ന, ഇന്ന നിറമുള്ള, ഇന്ന ഉടുപ്പിട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ഇതൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പരസ്യം ചെയ്യും. പരസ്യം ചെയ്യുമ്പോൾ അവര് ആര് ഈ പരസ്യം കണ്ട അവരുടെ ആരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അവര് എന്ത് ചെയ്യുന്നു, അന്വേഷിക്കുമ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആള് നമ്മളുടെ ഈ പറഞ്ഞ ആള് തന്നെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ദിവസമൊക്കെ എടുക്കാനും ചിലപ്പോ ഒരു ദിവസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ടായിരിക്കാം. ഏത് സമയത്തായാലും ആ സമയത്തേക്ക് വരെയൊക്കെ എന്താണ് ഈ ബോഡീസ് ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കണം. ആ ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ പർപ്പസിന് വേണ്ടി? ഐഡന്റിഫിക്കേഷൻ പർപ്പസിനാകാം, ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ പോലീസ് അന്വേഷണ ഭാഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ മരിച്ചതിന്റെ കാരണങ്ങള് പലതൊക്കെ പല സൈസിലൊക്കെ ആൾക്കാർ പറയുമ്പോൾ അതിലേതാണ് ശരിയെന്ന് കണ്ടെത്താനുള്ള കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടേ അതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ചില പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും അവർക്ക്. ചിലപ്പോ എന്തെങ്കിലും മാർക്ക് ഉണ്ടോന്നോ, എന്തെങ്കിലും അടയാളങ്ങളോ, അല്ലെങ്കിൽ ഇന്നർ പാർട്സിലോ പുറത്തൊക്കെ എന്തെങ്കിലും അടയാളങ്ങളോ, അവരുടേതായ ചില കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ടെമ്പററി ആയിട്ട് നമ്മുടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന ഹോസ്പിറ്റലിനകത്തെ സ്ഥലത്തെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ജനറൽ പൊതുവായ വിഭാഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പൊതുവിഭാഗത്തിൽ വന്നതാണ് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി. ഓരോ വാക്ക് കേൾക്കുമ്പോൾ അത് ഇന്നതെയാണെന്ന് ഓർക്കുക. CSSD സ്റ്റെറിലൈസേഷൻ ആണ്, എക്യുപ്മെന്റുകളൊക്കെ. ഹൗസ് കീപ്പിംഗ് നീറ്റ് ആൻഡ് ക്ലീൻ, ഹോസ്പിറ്റൽ പ്രമിസസ്. കിച്ചൺ ക്യാൻറ്റീൻ, ഫുഡ് ഹൈജീനിക് ആണോ എന്ന് എൻഷുർ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ്. ലോണ്ടറി വാഷിംഗ്, ക്ലീനിങ്, അയണിങ്, മെൻഡിങ് ഓഫ് ലിനൻ ക്ലോത്ത്സ്. പിന്നെ സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. മെയിൻ്റനൻസ് ഓഫ് മെഷീനറീസ്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ. ഓക്കെ. മോർച്ചറി എന്ന് പറയുമ്പോൾ ടെമ്പററി ഡെഡ് ബോഡീസ് കീപ്പിംഗ് സ്ഥലമാണ്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ജനറലിൽ വരുന്ന വിഭാഗങ്ങളെ കണ്ടത്. ഓക്കെ. ആൻഡ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്, നമ്മുടെ സപ്പോർട്ടീവിനകത്ത് വരുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ പല രോഗങ്ങളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. പനി, ചുമ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ രോഗമായിട്ട് പോകും. ചിലപ്പോഴൊക്കെ നമ്മൾ പോകും തലവേദനയൊക്കെ ആയിട്ട് പോയി
പക്ഷെ മാറുന്നില്ല. 2 ദിവസം മരുന്നൊക്കെ കഴിച്ചിട്ട് വന്ന് മാറിയെങ്കിൽ കുഴപ്പമില്ല. മാറിയില്ലെങ്കിൽ ഒന്ന് വന്ന് വിശേഷം പറയാനൊക്കെ പറയും. വിശേഷമല്ല, കാര്യം പറയാം, വിവരം പറയാൻ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ചെന്ന് വിവരം പറയുന്നു. അപ്പൊ 1-2 തവണ നമ്മൾ കോഴ്സ് മാറ്റി തന്നു അല്ലെങ്കിൽ ഗുളിക മാറ്റി തന്നിട്ടും there is no any change. ആ തലവേദനയ്ക്കൊന്നും മാറ്റമൊന്നുമില്ല. സോ ദാറ്റ് ദ ഡോക്ടേഴ്സ് മേ അഡ്വൈസ് യു അല്ലെങ്കിൽ മേ പ്രിഫർ ടു ഗോ ഫോർ എ ടെസ്റ്റ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് അന്നേരം നമ്മളോട് പറയും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താം. There are 2 types of tests. 2 രീതിയിൽ നമുക്ക് ടെസ്റ്റിംഗ് രീതികൾ നടത്താൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിനകത്തെ സാധനങ്ങൾ എടുത്തിട്ടും അതുപോലെ ശരീരത്തിലൂടെ കടത്തി വിട്ടിട്ടും എന്ത് ചെയ്യാം, 2 രീതിയിൽ നമുക്ക് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് നടത്തി എന്ത് ചെയ്യാം, they can find out the cause of the disease. രോഗത്തിന്റെ കാരണം ഉള്ളിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് ഡയഗ്നോസ്റ്റിക്. ആ ഡയഗ്നോസ്റ്റിക് അങ്ങനെ നിവാരണം ചെയ്തെടുക്കുന്ന 2 രീതികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ലബോറട്ടറിയും മറ്റൊന്ന് റേഡിയോളജിയും. ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ഇവിടെ എന്താ പ്രത്യേകത, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലബോറട്ടറിയിൽ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, മറ്റുള്ളതൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ശരീരത്തിന്റെ അകത്ത്, നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും ഫ്ലൂയിഡ് എടുക്കും. ബ്ലഡ് ഉണ്ട്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫ്ലൂയിഡ് ആണ്. മറ്റ് ഫ്ലൂയിഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, അല്ലെ, അങ്ങനെ ഒത്തിരി ഉണ്ട്, കഫം, മലം, മൂത്രം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ബോഡി ഫ്ലൂയിഡ്സ്, മൊത്തത്തിൽ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ പറയാം, ബോഡി ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഓർ ഫിസിഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അവരുടെ ട്രീറ്റ്മെന്റ് മാറ്റി കൊടുക്കണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുത്ത മരുന്നുകളൊന്നും അല്ല, ഇതല്ല, വേറെ കാരണം കൊണ്ടാണ് ഈ അസുഖം മാറാത്തത് എന്നവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തെടുത്ത് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ലബോറട്ടറി. അവിടെ നടത്തുന്ന ടെസ്റ്റുകളിൽ അത് ലബോറട്ടറിയിലാണ് നടത്തുക. ബോഡി ഫ്ലൂയിഡ്സ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ലാബ്. അത് ലാബ് ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ ലബോറട്ടറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. Okay, and in the same way, some diseases cannot be identified by mere testing of this body fluids. എന്നാൽ ചില രോഗങ്ങളെ നമുക്ക് ഈ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ബോഡി ഫ്ലൂയിഡ്സിന്റെ മാത്രം ടെസ്റ്റ് കൊണ്ട്, ലാബ് ടെസ്റ്റുകൾ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും അല്ല, ചില രോഗങ്ങൾ അങ്ങനെ മാത്രം നോക്കിയിട്ട് ഇന്നത് ടെസ്റ്റ് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ലല്ലോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ അസുഖം മാറുന്നില്ല എന്ന്. അപ്പൊ they may ask for another test. അപ്പൊ വരുമ്പോൾ നമ്മളോട് വേറെ രീതിയിലും ഇനി ടെസ്റ്റ് ചെയ്യാൻ പറയും. ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് റേഡിയോളജി. അതായത് റേഡിയോ ഐസോടോപ്സ് എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് എന്ന് വെച്ചാൽ ഹൈലി ആക്സലറേറ്റഡ് ആയിട്ടുള്ള റേസ്, രശ്മികളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ട് അതിൽ നിന്ന് എന്താ പറയാ, അവര് ഈ ഇമേജസ് ആയിട്ട്, അതായത് സ്ക്രീനിൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോ അതിന്റെ സ്ക്രീനിലൊക്കെ പതിപ്പിച്ച് എന്ത് ചെയ്യാം, രോഗം ഏതാണ്, ഏത് ഭാഗത്താണ്, ശരീരത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് രോഗം എന്നും അതെന്തുകൊണ്ട് മാറുന്നില്ല എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുകയാണ്. മറ്റേതെന്താ ചെയ്ത ലാബ് ടെസ്റ്റ് എന്താണ്, അതല്ലല്ലോ, ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒരു ഫ്ലൂയിഡ് എടുത്ത് പുറത്ത് കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കുന്നത് അറിയില്ലേ നിങ്ങൾക്ക്, അല്ലെ? നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പലരും പല രീതിയിലും അങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോ, പനിയൊക്കെ മാറാതിരിക്കുമ്പോ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയും, അല്ലെ? അപ്പൊ ഇത് അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് ലാബിലാണ് നമ്മൾ കൊടുക്കുക, അല്ലെ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ലാബിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരാണ് പറഞ്ഞ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക, അവർ റീച്ച് ചെയ്തിട്ട് ലബോറട്ടറിയിലേക്ക് എത്തിക്കുക അവര്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കും, അവരത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഡോക്ടർക്ക് കൈമാറും, ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഡോക്ടർക്ക് പിന്നീടുള്ള ട്രീറ്റ്മെന്റ് ബാക്കി അതനുസരിച്ചിട്ടായിരിക്കും ചെയ്യാം. അതേസമയം ഇതുപോലെ ചിലപ്പോൾ ചില രോഗങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, എന്നിട്ടും അറിയില്ല. സോ ദാറ്റ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നിട്ടും നമ്മൾ ഏത് രോഗവുമായിട്ടാണോ ചെന്നത് ആ രോഗത്തിന് യാതൊരു തരത്തിലുള്ള ശമനവും ഇല്ല എങ്കിൽ അവർ പറയും, അപ്പൊ നമുക്ക് റേഡിയോളജി, അപ്പോഴാണ് എക്സ്റേ, അതൊക്കെ ഇതിനകത്ത് വരുന്ന റേസ്, ശരീരത്തിനകത്തോട്ട് MRI സ്കാൻ, അല്ലെ? ഇതൊക്കെ അതിനകത്ത് വരുന്ന സാധനങ്ങൾ. അതെ, എക്സ്റേ, MRI സ്കാൻ ഒക്കെ ഉണ്ട്, ഒത്തിരി ഒക്കെ. അപ്പൊ ഈ പറയുന്ന ഒരു തരം എന്താ പറയാ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേസ് എമിറ്റ് ചെയ്തുകൊണ്ടാണ്. എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കടത്തിവിടുക നമ്മുടെ ശരീരത്തിൽ. അതിങ്ങനെ പുറപ്പെടുവിച്ചിട്ട് അത് മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് എന്താ പറയാ പതിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെ ഇതിങ്ങനെ കാണിക്കും. അത് നമുക്ക് ഒരു ഇമേജസ് ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലോ മോണിറ്ററിലൊക്കെ പകർത്തി അതിൽ നിന്നും അവർക്ക് കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാനൊക്കെ പറ്റും, മനസ്സിലാക്കാനൊക്കെ പറ്റും. ഡോക്ടേഴ്സിന് അതൊക്കെ പഠിക്കാൻ പറ്റും,
നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക റേഡിയോളജി. അപ്പൊ ശരീരത്തിലേക്ക് റേസ് കടത്തിവിട്ടിട്ടുണ്ട്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിനെ കടത്തിവിട്ടിട്ടുണ്ട്. ഇത് ഹൈ എന്താ പറയാ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേസ് ആണ് അപ്പൊ ശരീരത്തിലേക്ക് കടന്നു പോകണത്. അങ്ങനെ വരുമ്പോ ഒത്തിരി ഡിഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും, സൈഡ് എഫക്റ്റ് ഒക്കെ. പക്ഷെ ചില രോഗങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഇത് അത്യാവശ്യമാണ് താനും. അത് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിലാണ് അവരതൊക്കെ ഉപയോഗിക്കാൻ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കി പിന്നെ റേഡിയോളജി അങ്ങനെയുള്ള ഈ പറയുന്ന റേസും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടേണ്ടത് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ 2 ടൈപ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ സാധാരണ നടക്കുക. അത് നമ്മുടെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആ 2 രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് രീതി, ഒന്ന് ലാബ് ടെസ്റ്റുകളിലൂടെ ലബോറട്ടറിയിലും, മറ്റൊന്ന് റേഡിയോളജി എന്ന് പറയുന്ന ടെസ്റ്റിങ്ങിലൂടെയും റേസ് കടത്തിവിട്ടിട്ടുള്ളതും. 2 രീതിയിലാണ്. ഇതിൽ ഏതാണോ വേണ്ടത് എന്ന് ഡോക്ടേഴ്സ് ആണ് സജസ്റ്റ് ചെയ്യുക. ഞാൻ ചെന്നുകൊണ്ട് പറയാണ് എനിക്ക് ലാബ് ടെസ്റ്റ് വേണ്ട, എന്റെ ബോഡിയിൽ റേഡിയോളജിയിലൂടെ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് മൈ ഡിസീസ്, എന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്തിക്കോന്ന് ഡോക്ടറെ എന്നല്ല പറയുന്നത്. നമ്മളല്ല സജസ്റ്റ് ചെയ്യുന്നത്, അവരാണ് അത് സജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പറയുന്നത്, റെഫർ ചെയ്യുന്നതും. ഇന്ന കാര്യം കൂടി ചെയ്തു നോക്കൂ, വേറെ പ്രശ്നമൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഇത്ര മരുന്നൊക്കെ കഴിച്ചു, ദർ ഈസ് നോ എനി അതർ റീസൺ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്, ആ രോഗത്തിന്റെ വേറെ കാരണങ്ങളൊന്നും ഞങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയും. അവർ സജസ്റ്റ് ചെയ്യുന്നത് രീതിയിലായിരിക്കും എന്ത് ചെയ്യാം കാര്യങ്ങൾ പോകുക. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് കറണ്ട് പോയോ എന്തോ ലൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻഫോർമേറ്റീവ് അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിലെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ നടക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഏത് ഓർഗനൈസേഷനിലും ഉണ്ടാകും, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാകും. ഇവിടെ ഹോസ്പിറ്റലിലും ഒരുപാട് ആക്ടിവിറ്റീസ്. പേഷ്യൻസ് വരുന്നു, അവരെ നോക്കുന്നു, പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫാർമസി എന്താ പറയാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫാർമസിയിൽ ലോട്ട് ഓഫ് മെഡിസിൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ഹ്യൂമൻ മെമ്മറി. പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരാളോട് എക്കോ ഓർത്ത് വെച്ചോട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈവൺ എന്തിന് നമ്മുടെ വീടുകളിൽ മാത്രം നമ്മളെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് പേഴ്സണൽ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് കുറെ ദിവസങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റില്ല. കുറെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയതൊക്കെ നമ്മുടെ ഡിലീറ്റ് ചെയ്ത് പോകും അല്ലെ, നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകും അല്ലെ, അറിയാതെ പോകും. നമ്മള് എന്താ പറയാ ഡെലിബറേറ്റ്ലി നമുക്ക് മനഃപൂർവ്വം നമ്മളത് മറക്കുന്നതല്ല, പക്ഷെ മറക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇരട്ടി ഫോഴ്സോടുകൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതാനും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ മറക്കണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ ചില കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായാലും മറന്നു പോകും. അപ്പൊ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ആയ ഹോസ്പിറ്റലിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് സംഭവം അല്ലെ. എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് അതൊരു ഇൻഫോർമേഷൻ ആക്കി അതൊരു അറിവാക്കി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. സോ ഇൻ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഇൻഫോർമേഷൻ ആക്കി സൂക്ഷിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മെഡിക്കൽ റിസോഴ്സസ്, ഒന്ന് IT വിഭാഗവും. ഇൻഫോർമേഷൻ ടെക്നോളജി. എന്താണ് മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റിസോഴ്സസ്, മെഡിസിൻസ്, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മെഷീൻസ് ആയിക്കോട്ടെ, ഏത് രീതിയിലും ഒത്തിരി ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാത്തിനെയും കുറിച്ച് ഒരു റെക്കോർഡ് ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും വേണം. ഇന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയണ്ടേ, ഇന്ന മരുന്നുകളൊക്കെ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഇൻഫോർമേഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആർക്ക് വേണമെങ്കിലും എന്ന് പറയുമ്പോ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുകാർക്ക് ഇവിടെ എന്തൊക്കെ റിസോഴ്സസ് ഈ ഹോസ്പിറ്റലിനുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉൾപ്പെടെ മനുഷ്യന്മാർ ഉൾപ്പെടെ ഉണ്ടല്ലോ, മനുഷ്യരുണ്ട് അല്ലെ, ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് IT-യിലാണ് നമ്മൾ പെടുത്തുക. അതായത് എത്ര സ്റ്റാഫ് ഉണ്ട്, ഓരോ സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറീസ്, അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻകം, അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ട്, ആരൊക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്, പേഷ്യൻസിന്റെ കോണ്ടാക്റ്റുകളും ഡീറ്റെയിൽസും ഒക്കെ, ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വേറെ. അപ്പൊ മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള മറ്റ് സാധനങ്ങളാണ്, വസ്തുക്കളാണ്. മറ്റേത് എന്താ പറയാ, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ, പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ജോലിക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സ്റ്റാഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് 2 ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്ത് വെക്കപ്പെടേണ്ടത്. അതാണ് ഏത് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന വിഭാഗം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് വെക്കുക. അപ്പൊ അതനുസരിച്ച് അവർക്ക്
they can use it afterwards. പിന്നീട് അവർക്ക് അത് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് ആ സമയത്ത് അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ they can use it, അവർക്ക് ഉപയോഗിക്കാം. ഇൻഫോർമേഷൻസ്, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ഇതിനെ കുറിച്ചുള്ള ആരെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാലേ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് എന്നോട് സംശയം ചോദിക്കില്ലേ? ടോപ്പിക്കിൽ മാത്രമല്ല മറ്റേതെങ്കിലും ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംശയം ചോദിക്കില്ലേ? നിങ്ങൾ അപ്പൊ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർ ഫ്രം മീ. എന്നിൽ നിന്നും അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം നിങ്ങൾക്ക് തരണം. സോ ദാറ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകാതിരിക്കാൻ ഞാൻ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് അല്ലാത്ത കാര്യം ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഇൻഫോർമേഷൻസ് മേടിച്ച് വെച്ചേക്കും. യു ആസ്ക് മീ അത്തരം കാര്യങ്ങൾ എന്നിലേക്ക് ചോദ്യമായിട്ട് വരുമ്പോൾ ഐ ഹാവ് ടു ആൻസർ. അപ്പൊ എനിക്ക് ഉത്തരം തരണം അല്ലെ? അപ്പൊ ഞാനത് അങ്ങനെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതി. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. രണ്ടായിട്ട് സൂക്ഷിക്കുന്നു മാത്രം. മെഡിക്കൽ റിസോഴ്സസ്, ആ മെഡിക്കലുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റുകൾ, മെഷീനറീസ്, മരുന്നുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന്, അത് മെഡിക്കൽ റിസോഴ്സസ്. IT എന്ന് പറയുമ്പോൾ IT, ഇൻഫർമേഷൻ ടെക്നോളജി അബൌട്ട് എവറി ഡീറ്റെയിൽസ്. ഹോസ്പിറ്റലിന്റെ മറ്റെല്ലാ ഡീറ്റെയിൽസും, അവിടുത്തെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ, അവിടുത്തെ ജോലിക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു ഫയലാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ കോഡ് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അവർക്ക് ആ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് അവർക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. കിട്ടിയോ? അതാണ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇതെല്ലാം വേണം. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല നടക്കുക, ട്രീറ്റ്മെന്റിന് സഹായിക്കുന്ന മറ്റനേകം പ്രവർത്തനങ്ങൾ നൽകുന്ന ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിലുണ്ട്. അല്ലാതെ ഔട്ട് പേഷ്യന്റും ഇൻ പേഷ്യന്റും മാത്രം നടന്നാൽ അല്ലെങ്കിൽ അത് മാത്രമായാൽ ഒരു ഹോസ്പിറ്റലിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല. ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരും. പക്ഷെ അതിനെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യാനാണ് ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിലെ തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് വിഭാഗം പ്രവർത്തിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അവസാനത്തേതാണ്, അതുകൂടി ഞാൻ പറഞ്ഞു നിർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെച്ച് ഇത്ര ദിവസമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇനി ഉള്ളത് മുഴുവൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതൊക്കെ മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്? ഒന്ന് ആസ് എ ഹോൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിലെ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോകുന്ന നിങ്ങളാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ വന്നേക്കണേ. അഡ്മിനിസ്ട്രേറ്റീവില് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതില് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, മൊത്തത്തിൽ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എല്ലാ ഭാഗത്തും പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നുണ്ടോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം. ചോദിച്ചു മനസ്സിലാക്കുക. ഓരോ പേഷ്യൻസ് വരുമ്പോ അവരോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായി, ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് കിട്ടിയോ, നല്ല മരുന്ന് കിട്ടിയോ, ഡോക്ടർ നന്നായി നോക്കിയോ, പരിശോധിച്ചോ, ഇന്നൊന്നും അവരോടൊന്നും ചോദിക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഇന്ന് വേറെ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന ഒരു ബുക്ക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ഇന്ന് ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ ഇന്ന് അത്തരം ഇൻഫോർമേഷൻസ് അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു ബാധ്യതകളും അവർ സ്വീകരിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ കണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ അടുത്ത ഒരു കോളാണ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ആ കോൾ വിൽ ബി റെക്കോർഡഡ്. ആ റെക്കോർഡ് ചെയ്ത് വെക്കും. വെദർ വി ആർ സാറ്റിസ്ഫൈഡ് ഫ്രം ദ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ. ചില ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അങ്ങനെ അവർ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ്. പിന്നെ അവർ കുറച്ചുകൂടി ഇൻസ്ട്രക്ഷൻ. അപ്പൊ എന്താണ്, അത് നമ്മളുമായിട്ട് ഒരു ചെറിയൊരു എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പൊ ഒരു ബന്ധം സ്ഥാപിക്കുകയും അതോടൊപ്പം ദേ ക്യാൻ ഡെവലപ്പ് ദയർ ബിസിനസ്, അവരുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചല്ല പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം നമ്മൾ വീട്ടിൽ പോന്നിട്ടും നമ്മളോട് അവര് എങ്ങനെയുണ്ട്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, എങ്ങനെയുണ്ട് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഓക്കെ ആണോ, അല്ലെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവര് കാര്യങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കുന്നവരും ഉണ്ട്. ചിലയിടത്ത് അതിനു വേണ്ടിയിട്ട് ടെലികോളിംഗ്സിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നവരുണ്ട്, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നവരുണ്ട്. ചിലയിടത്ത് ഹോസ്പിറ്റലിലെ ഫ്രണ്ടില് നമ്മൾ പുറത്തേക്ക് പോരുമ്പോൾ എക്സിറ്റിന്റെ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. യു ക്യാൻ റൈറ്റ് ഡൗൺ യുവർ കമന്റ്സ്. ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമന്റുകളായിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കാം. അതും ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മൾ പറയണം, ഗുഡ്, കുഴപ്പമില്ല, നന്നായിരുന്നു, സാറ്റിസ്ഫാക്ടറി, അങ്ങനെയൊക്കെ.
വെരി ഗുഡ്, വെരി സാറ്റിസ്ഫാക്ടറി എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വെക്കും ചിലവര്. അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല, ഇന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക കൺസൾട്ടേഷൻ ഒക്കെ വെരി ഗുഡ് ആണ്, പക്ഷെ നഴ്സിന്റെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ അത്ര തൃപ്തരല്ല. അല്ലെങ്കിൽ ഫാർമസിയിൽ ലോട്ട് ഓഫ് ടൈം ടു സ്പെൻഡ്, നമുക്ക് ഒത്തിരി സമയം ചെലവഴിക്കേണ്ടി വന്നു. ഇങ്ങനെ നോട്ടായിട്ട് നമുക്ക് അവിടെ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കാം. സോ ദാറ്റ് അങ്ങനെ നോട്ടായിട്ട് വെക്കുന്നത് എന്തിനാ? കുറച്ചു നേരം കഴിയുമ്പോൾ ആ ബുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ദിവസം ആ ബുക്ക് തീർന്നു കഴിയുമ്പോൾ അടുത്ത ബുക്ക് വെക്കാനല്ല, അതിനല്ല. ആഫ്റ്റർ എ മന്ത്, ഓരോ മന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആഫ്റ്റർ എ വീക്ക് ആയിരിക്കാം, ദേ വിൽ കളക്ട് ദാറ്റ് ഫീഡ്ബാക്സ്. ഇവരത് നോക്കും ഇതിനകത്തൊക്കെ നോക്കിയിട്ട് വെദർ ദേ ക്യാൻ കറക്റ്റ്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കറക്റ്റ്നെസ് വരുത്താൻ പറ്റുമോ. സോ ദാറ്റ് അതുകൊണ്ട് എന്താ സംഭവം, ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സേവനങ്ങൾ വീണ്ടും പ്രൊവൈഡ് ചെയ്താൽ, ഇതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ അത് അവരുടെ ഡെവലപ്മെന്റ് അവകാശം ഉണ്ടാക്കാം. അത് തന്നെ കാര്യം. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ കണ്ണുകൾ. അപ്പൊ ചില്ലറ കാര്യമൊന്നുമല്ല നമ്മൾ പഠിക്കുന്നതെന്ന് ഓർത്തിരിക്കാം, മനസ്സിലായോ? ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അത് വരുന്ന പേഷ്യൻസിന് നോക്കാതാണ്. പക്ഷെ ഇവരെ എല്ലാവരെയും എന്താ പറയാ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മള് കുറച്ച് മികവൊക്കെ കാണിക്കണം. പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ മാത്രം പോരാ. നേരം എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്ന സ്ഥലങ്ങളിൽ. ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പരിചയപ്പെടാൻ പോണേ. ഏത് ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഭാഗമുണ്ട്, ഇന്ന കാര്യമുണ്ട്. ചില്ലറ നമ്മൾ നോക്കുമ്പോ എന്താ, ഹോസ്പിറ്റലിൽ പോകുന്നു, OP ചെന്ന് ചീട്ട് എഴുതുന്നു, ഡോക്ടറെ കാണുന്നു, നേരെ മരുന്ന് വാങ്ങിക്കുന്ന ഫാർമസി പോകുന്നു, വണ്ടി വിളിച്ച് വീട്ടിൽ പോകുന്നു. ഇത്രയല്ലേ നമ്മൾ നടത്താറുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഇത്രയും സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, ഇത്രയും അറിഞ്ഞില്ലേ നമ്മള്. അപ്പൊ ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ വർക്കിങ്ങിന് ഓപ്പറേഷൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്താണ് അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഏത് ഭാഗത്താണ്? അപ്പൊ ഹോസ്പിറ്റൽ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ, അത് ഒന്നാമത്തെ. അതായത് മെഡിക്കൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിലെ മൂന്നാമത്തേതാണ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ആസ് എ ഹോൾ, മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ് ആണ്, മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി ക്യാഷ് ഇൻകം ഉണ്ട്, അതുപോലെ എക്സ്പെൻസും ഉണ്ട് അല്ലെ, വരവും ഉണ്ട് ചെലവും ഉണ്ടെന്ന്. പൈസയുടെ എന്താ വരവ് ഏതാ? വിച്ച് ഈസ് ദ മെയിൻ ഇൻകം ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അറിയാമോ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം? ടൈപ്പ് ചെയ്യാം. എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഇൻകം? യെസ്, അത് തന്നെയാണ് പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് അല്ലെ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു പോകുമ്പോൾ അയാള് ശുശ്രൂഷിച്ചിട്ട് വിടുകയല്ലോ ചെയ്യണേ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ, നമ്മൾ സാധാ ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. നമുക്കും കിട്ടുന്നതും ജോലികളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ അവിടുത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ദ പേഷ്യന്റ് ആണ്. ഡോക്ടറിനെ കാണാനായിട്ട് ഡോക്ടർ വരുമ്പോ രോഗി വരുമ്പോ അയാളുടെ കൺസൾട്ടേഷൻ ഫീസ്, ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ഫീസ്, അത് ഇത് എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീസ്, ഇതെല്ലാം അത് തന്നെയാണ് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെയാണ് മെയിൻ ഇൻകം ഓഫ് ദ ഹോസ്പിറ്റൽ. അതുകൂടാതെയും ഇൻകം ഉണ്ട്. നമ്മുടെ ചില ആൾക്കാർക്ക് മെഡിക്ലെയിമുകൾ ഉണ്ട് അല്ലെ. മെഡിക്ലെയിം ഉള്ളവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാശ് കൊടുക്കാണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷേ ഇത് പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ കമ്പനി ആയിരിക്കും പൈസ കൊടുക്കുക, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ. അപ്പൊ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയും മറ്റൊക്കെ ആയിരിക്കും ഇവരുടെ ബില്ല് പേ ചെയ്യാം. അപ്പൊ എങ്ങനെ വന്നാലും ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പേഷ്യന്റിൽ നിന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്നോ പിന്നെ എവിടെ നിന്ന് കിട്ടും? ചിലരൊക്കെ ഡൊണേഷൻസ് ആയിട്ടൊക്കെ കൊടുക്കും, ഡൊണേറ്റ് ചെയ്യും. എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ വാങ്ങിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പുതിയൊരു ടെക്നോളജിയിലുള്ളൊരു ഉപകരണം കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ നല്ല കാര്യമല്ലേ, കാരണം ഇനി അത് അങ്ങനെ ഒരു ചികിത്സ വേണ്ടി വന്നാൽ നമുക്ക് കുറെ ദൂരെയൊന്നും വണ്ടി ഓടിച്ചു പോകണ്ട, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ദൂരെയൊക്കെ പോകാൻ സമയം എടുക്കുമ്പോൾ അതനുസരിച്ച് പേഷ്യന്റിന്റെ അവസ്ഥ മോശമാകും. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളും എന്ത് ചെയ്യും? ഡൊണേഷൻസ് കൊടുക്കും. പുറത്തെ നാട്ടിലൊക്കെ ജോലിക്കൊക്കെ പോയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു വികസനമല്ലേ അത്. ഒരു ഹോസ്പിറ്റൽ വരിക, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡൊണേഷൻസ് ആയിട്ട് കിട്ടും ആളുകളിൽ നിന്ന്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം പലതും. ഓക്കെ, അത് തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഫിനാൻസിന്റെ ഭാഗമാണ്. സോ ഇതുപോലെ തന്നെ ഇൻകം ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്? ചെലവും ഉണ്ട്. കാശൊക്കെ കൊണ്ടൊന്നും കൂട്ടി ഏതെങ്കിലും ഇതിനകത്ത് അടച്ചു വെക്കുകയാണോ ചെയ്യാം.
അതനുസരിച്ച് ചെലവുണ്ടാകും. പുതിയ പുതിയ മെഷീനറീസ് വാങ്ങിക്കണം, ഫാർമസിയിൽ ഒത്തിരി മരുന്നുകൾ കൊണ്ടുവന്ന് വെക്കണം, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, ഡോക്ടേഴ്സിനും ഒക്കെ അല്ലെ. അപ്പൊ അതൊക്കെ എക്സ്പെൻസും ആണ്. അപ്പൊ ഈ പറയുന്ന ക്യാഷിന്റെ ഡീലിങ്സ്, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, HRM. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അത് ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏത് ഓർഗനൈസേഷനിലും ഹ്യൂമൻ എന്ന് പറയുന്ന പവർ, അതൊരു പവർ തന്നെയാണ് അല്ലെ. ഇപ്പൊ എത്ര ടെക്നോളജി ഇംപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സസിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാര് മാറ്റി നിർത്തിക്കൊണ്ട് എന്തില്ല, ഒരു ഓർഗനൈസേഷൻ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ഇപ്പൊ എന്താ പറയുക, എത്ര വലിയ ഓർഗനൈസേഷൻ ഒരുപാട് പുതിയ പുതിയ റോബോട്ടുകളൊക്കെ കൊണ്ടുവന്നു, പക്ഷെ എങ്കിലും അതിനെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെങ്കിലും വേണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റാഫ്, എംപ്ലോയീസ്, ഒരുപാട് ജോലിക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എംപ്ലോയീസിനെ, ജോലിക്കാരെ എല്ലാം കൂടി ഒരുമിച്ച് വി ക്യാൻ കോൾ ദം ആസ് ഹ്യൂമൻ റിസോഴ്സ്. ഇവരെല്ലാവരെയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ആയിട്ടും ടെക്നിക്കൽ ടീമായിട്ടും ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹ്യൂമൻ റിസോഴ്സസ് പറയാം അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏത് സംരംഭത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ട ആളുകളും ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാലേ അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ, ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മെഷീനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാം അല്ലെ. നമ്മുടെ കയ്യിലിരിക്കുന്ന മൗസ്, ഇവിടെ കീബോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ മെഷീൻ ആയതുകൊണ്ട് മാത്രം. പക്ഷേ മാൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ അല്ല, ഒരു ടെംപ്ലേറ്റ് അല്ല, ഒരു മുറിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെക്കാൻ പറ്റിയ സാധനമല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നതിന് എന്തുണ്ട്, ഫീലിങ്സ് ഉണ്ട് അല്ലെ, മൂഡ് സ്വിങ്സ് മാറി മാറി വരുന്നവരാണ്. ഓരോ സമയത്തനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരും. നേച്ചർ കാലത്ത് വന്ന അതേ ഇതായിരിക്കില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും. ചിലപ്പോ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുണ്ടാകാം, കുറച്ച് സാഡ് ആയിട്ടുണ്ടാകാം, മൂഡ് മാറിയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കിയ ഇങ്ങനെയുള്ള പല വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നേച്ചർ കാണിക്കുന്ന മനുഷ്യന്മാരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഒരാളെ നമുക്ക് മാനേജ് ചെയ്യണം. എന്തിനു പറയുന്നത്, നമുക്ക് വലിയ സ്ഥലത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയേ, ആകെ 3-5 ആളുണ്ടാവുള്ളൂ ചിലപ്പോ, മാക്സിമം 5 ആളൊക്കെ ഒരു മാക്സിമം ആണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ ഇത്രയും ആളുകൾ മാത്രമുള്ള ഒരു വീട്ടില് നമ്മൾ മാനേജ് ചെയ്യാൻ, ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന മക്കളും അല്ലെ, നമ്മൾ പറയുമ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്ന നമ്മളുടെ പാർട്ട്ണറും ഒക്കെ ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണ്ട. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹോസ്പിറ്റലിൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരുള്ള ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പക്ഷേ കൺട്രോൾ ചെയ്യണമല്ലോ. ആ കൺട്രോൾ ചെയ്യേണ്ട ആളുകൾ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ഉണ്ടാകണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇങ്ങനെ പറയാം, നോ ടു മെൻ ആർ അലൈക്ക് എന്നാ പറഞ്ഞേക്കണേ. ഏതെങ്കിലും 2 വ്യക്തികളെ എടുത്തു വെച്ച് നോക്കിയാൽ ഇവർ തമ്മിൽ സാമ്യമല്ല, മുഖത്തിന്റെ സാദൃശ്യത്തിന്റെ കാര്യമല്ല പറഞ്ഞ്, സ്വഭാവ രീതികളില് 2 ആൾക്കാർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലത്തെ സ്വഭാവം 2 പേർക്കും കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ സിമിലാരിറ്റീസിനേക്കാൾ കൂടുതൽ ഡിസിമിലാരിറ്റീസ്, അതായത് സാമ്യമില്ലായ്മയായിരിക്കും കൂടുതൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുക. അവരില് 2 ആളെ പിടിച്ചോളം നിർത്തിയേക്കാണ്, 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ടൊന്ന് നമ്മൾ ഇരുത്തിയിരിക്കുന്നു. ഇവർ 2 പേരെ കുറച്ചു നേരം നമ്മൾ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവർക്ക് തമ്മിൽ പല കാര്യത്തിലും വ്യത്യസ്തതകളാണുള്ളത്. സാമ്യങ്ങളെക്കാൾ കൂടുതൽ വ്യത്യസ്തതകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെ ഇരുത്തി നോക്കിക്കഴിഞ്ഞാൽ. അതാണ്. അപ്പൊ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 ആളുടെ കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10-50 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ, 50 ഒന്നും അല്ല അല്ലെ, 100-300 ആളുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും എംപ്ലോയീസും ഒക്കെ കൂടി ഉണ്ടായിരിക്കും. ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യണം, ഫ്രം ദ ബോട്ടം ലെവൽ ടു ദ ടോപ്പ് ലെവലാണ് കേട്ടോ. ബോട്ടം ലെവൽ തുടങ്ങി ടോപ്പ് ലെവൽ വരെയുള്ള ആളുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതൊക്കെ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല. ഇവരെയൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടതും എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഭാഗമാണ്. അത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. 1 അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ, ഹോസ്പിറ്റലിനെ മൊത്തം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. 2 ഫിനാൻസ് മാത്രം മാനേജ് ചെയ്യുന്നത്. 3 ഹ്യൂമൻ റിസോഴ്സസിനെ മാത്രം മാനേജ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നത്.
ക്ലിയർ ആണോ? ഇത്രയും വരെ നമ്മൾ ഈ ഫസ്റ്റ് പേജ് ആണ് ഇത്രയും 2 ദിവസമായിട്ട് നമ്മൾ പണിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് കിട്ടാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് കിട്ടാന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോ ആയിട്ടുള്ള ഒരു ബാച്ചുകാരുണ്ട്, അവർക്ക് കുറച്ച് മുമ്പിൽ പോയി. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച ഒരു ടീച്ചർ ലീവ് ആയതുകൊണ്ട് ആ മോർണിംഗ് ക്ലാസ്സിൽ എനിക്ക് 2 അവർ ഒരുമിച്ച് അവർ മാത്രമായിട്ട് എടുക്കേണ്ടി വന്നു. സോ ഉച്ചയ്ക്കുള്ള ക്ലാസ്സിൽ വേറെ ആരോ ആണ് ക്ലാസ്സിൽ എനിക്ക് പകരം കയറിയത്. എന്റെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു പേജില് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് 3 ആണെന്നും അതിൽ വന്നിരിക്കുന്ന ഓരോ സബ് ക്ലാസിഫിക്കേഷൻസും ആണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത്. അതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ രൂപത്തിൽ തന്നെ അറ്റ് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കത് ഹോസ്പിറ്റലിന്റെ 3 ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്നും അതിൽ ഓരോന്നിലും സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ പോലെ തന്നെ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് അതിനകത്ത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനകത്തെ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തതും അതിന്റെ ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെയുമാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ പറയുന്ന ഇത്രയും സാധനത്തിൽ നമുക്ക് നോട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാം, ടേബിൾ പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. സോ അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, CSSD കംസ് അണ്ടർ ഡാഷ്. CSSD ഇതിൽ വരും അല്ലെ, അല്ലെങ്കിൽ CSSD കംസ് അണ്ടർ ഡാഷ് ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. CSSD എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഡാഷിൽ വരും. ഏതിൽ വരും? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഏതിൽ വരുമെന്ന് പറയാം? പറഞ്ഞോ? അതെ, ജനറലിൽ വരും എന്ന് പറയും. ഓക്കെ, അതെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇന്നിപ്പോ എടുത്തതൊക്കെ ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് ഇവിടുന്ന് ഹൗസ് കീപ്പിംഗ് തുടങ്ങിയാണ് എടുത്തത്. ഇത്തിരി സ്പീഡിൽ പോയെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇത്തിരി സ്പീഡിൽ പോകാനുള്ള കാരണം ഫസ്റ്റ് ക്ലാസ്സിലെ പോലെ അത്രയും പതുങ്ങി പോയില്ല. കാരണം നമ്മളുടെ ഒരു ക്ലാസ് മിസ് ചെയ്തു എന്നുള്ളതും അവരുടെ ഒപ്പം എനിക്ക് നിങ്ങളെ കൊണ്ടൊന്ന് എത്തിക്കണം എന്നുള്ളതും. പക്ഷെ അത്ര സ്പീഡിലൊന്നും പോയില്ല. കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നില്ല. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഇതുപോലെ ആരെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് മിസ്സായാൽ നമുക്ക് ആ ഒരു അവറിലേക്ക് എനിക്ക് ചാടി കയറേണ്ടി വരും. അപ്പൊ നിങ്ങളെ അവിടെ ഒന്ന് എത്തിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. Till then, bye. Thank you, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, bye.